ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Cigarette smoking and alcohol consumption are injurious to health. It causes cancer. അയ്യോ കർത്താവെ, ലേറ്റ് ആയല്ലോ. നീ എന്നെ ചെയ്യും? कल आज एक दिन थोड़ा पकड़ के रखो ना सर. आज एक दिन. അണ്ണാ ഫോണൊന്നും എടുത്തിട്ട് പോവാ, വേഗം ഒന്ന് പോയേട്ടാ അണ്ണാ, പ്ലീസ് ഏട്ടാ, ലേറ്റ് ആയി അണ്ണാ. शांति से रोज सर, अभी जाएगा, रुको. OTP सर 7650 अण्णा. एली ड्रॉप सर. अण्णा होरमाऊ. किधर जा रहे अभी? अब अण्णा चर्च में जा रहे. ओके. ग्रीन है अण्णा, എങ്ങനെയെങ്കിലും വേഗം പോവണ്ണാ. अब देखो बैंगलोर का ट्रैफिक देखो, हम इतना और स्पीड में हमको चला नहीं पाएगा गाड़ी. सर देखो सर, आपका चर्च में कैसे रोड है सर, देखो मैं कैसे लेके जाएगा इधर से. ये थोड़ा चर्च वाला को बोल कर थोड़ा सही करो सर. हाँ अण्णा നോക്കാം. താങ്ക്സ് അണ്ണാ, താങ്ക്സ്. വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുപിയുടെ ആ പ്രദേശങ്ങളിലോ സമയമായി പ്രാർത്ഥിക്കുന്നു, മറ്റു ഓരോ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫൈസലോട് ജോൺ എന്നല്ലേ പേര്? ഓക്കെ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ KCC ഇവിടെ അടുത്താ. ഓ എവിടെയാണ്? നമ്മുടെ ഒത്തിരി പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. നാട്ടിലെവിടെയാ വീട്? നാട്ടില് റാന്നി. ഓ റാന്നിലാണോ? ഓ നമ്മുടെ ഒരു മോബിൻ എന്ന് പറഞ്ഞ കക്കുരിയിലെ അറിയോ? ആ നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ പപ്പ, അമ്മ, ചേട്ടൻ. ഓക്കെ. ഇവിടെ ഏത് കോഴ്സൊക്കെ പഠിക്കുന്നത്? ഇവിടെ ബികോമിനാ. ഓക്കെ. നമ്മുടെ കുറെ പേര് അവിടെ പ്രത്യേകിച്ച് CCPF-ന്റെ പ്രവർത്തനമുണ്ട്. അത് നല്ല യൂത്തിനൊക്കെ നല്ലൊരു ഇതാണ്. അപ്പൊ അതില് പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ നമ്മുടെ ആൾക്കാരുണ്ട്. ബിനു, കെവിനെ ഇങ്ങോട്ടെന്നേ.
ഇവര് CCPF-ന്റെ മെയിൻ അവിടുത്തെ പ്രവർത്തകരാണ്. ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ ആരോടെ ഒരു മിനിറ്റ്, നിങ്ങൾ എന്താ സംസാരിക്കും? ഞാൻ ഇവിടെ നമ്മുടെ KCC ആണോ? കാണാലോ. ഇതെവിടെ പുതിയ പേരെന്തോന്നു? ഇവിടെ ഫസ്റ്റ് ടൈമാ? സെക്രട്ടറി പറയുന്നത് മാത്രമല്ല, ഞാൻ ഇവരുടെ ബോസ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ താമസിക്കുന്നത്? ഞാൻ കോളേജിന്റെ അടുത്ത് തന്നെ. കോളേജ് KCC. ഓ, അതുകൊണ്ടാ ഇച്ച കൂടുതൽ ബോണ്ട് ആകുന്നത്. സീനിയർമാരാ. പ്രശ്നമുണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി. പിന്നെ ഇപ്പം നെക്സ്റ്റ് വീക്ക് എന്താ പ്രോഗ്രാം നമ്മളുടെ? നമ്മളുടെ ഒരു ബാർബിക്യൂ പ്രോഗ്രാം ഉണ്ട്. നൈറ്റാണ്, ബാർബിക്യൂ നൈറ്റാണ്. അവിടെയൊക്കെ വരണം. അടുത്ത് തന്നെ. ഇവിടെ ഒരു 5 കിലോമീറ്റർ, ചർച്ചിന് ഒരു 5 കിലോമീറ്റർ ദൂരം. ചിക്കനൊക്കെ ഇഷ്ടമാണ്. നല്ല ചിക്കൻ ബീഫും ആണ്. വന്ന് കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇങ്ങനെ ക്രിക്കറ്റിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരണം. ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തരാം. നമുക്ക് വെനസ്ഡേയിലും സാറ്റർഡേയിലും നമ്മൾക്ക് മീറ്റിംഗ് ഉണ്ട്. വെനസ്ഡേ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. ഫാസ്റ്റിംഗ് പ്രെയറിലൊക്കെ വരണോ? സൂമിലൊക്കെയാണ്. ഫാസ്റ്റിംഗ് പ്രെയർ ആണ്. പ്രത്യേകം ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ പരിപാടി നടക്കത്തുള്ളൂ. അതല്ലേ, ലിങ്ക് ഞാൻ ഇടാറേ ഉള്ളൂ, കേറാറില്ല. ഞാൻ എന്റെ നാഥനായി ജീവനുള്ള ജീവിക്കും. ഞാൻ എന്റെ നാഥനായി ഈ ആയുസ്സെന്നുള്ള നാളല്ല. മരുമനാഥൻ എനിക്കു ചെയ്ത നന്മകൾ ഓരോന്നുമോട്ട് ഈ ഭൂമിയിൽ എനിക്കായി വന്ന് മരിച്ച കാരണമോർത്ത് ഞാനെന്നും പാടി സ്തുതിക്കും. ഗുഡ് ഈവനിംഗ് ഗൈസ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് CCPF-ന്റെ മീറ്റിംഗ് ആയി കടന്നു വരാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന് ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റിനെ ചർച്ചിൽ വെച്ച് പരിചയപ്പെടാൻ ദൈവം സഹായിച്ചു. തുടർന്ന് തന്നെ വെൽക്കം ചെയ്യാം. ഹലോ ഗായ്സ്, ഇവിടെ കടന്നു വരാൻ തക്കാണ് കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് ഞാൻ നന്ദി പറയുന്നു. എന്റെ പേര് ജോൺ. ഇവിടെ കോളേജിൽ KCC കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ BCom പഠിക്കുന്നു. എന്റെ നാട് റാന്നിയിലാണ്. പ്രത്യേകം എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രിയ കെവിനച്ചനാണ് എന്നെ ഗ്രൂപ്പിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തത്. അതിന് പ്രത്യേക സന്തോഷമുണ്ട്. ഇത്രയും പേരെയൊക്കെ കണ്ടതിലൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. പ്രിയ ബിനച്ചനും പ്രത്യേകം എന്റെ നന്ദി അർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. പിന്നെ എല്ലാ മീറ്റിങ്ങിനും ഇനി ഇതുപോലെ വരണം. ഹാപ്പിയാണോ? നമുക്ക് ഇനി കുറെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത മീറ്റിംഗിൽ കാണാം. ഇടയ്ക്ക് വിളിക്കട്ടോ. വിളിക്കാം. നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്കാം. കെവിന് നമ്മൾ പ്രോഗ്രാം ഒന്ന് പിള്ളേർക്ക് സ്നാക്സോ ജ്യൂസോ എന്തെങ്കിലും നമുക്ക് തന്നെ പോകുന്ന വഴി തലശ്ശേരി പോയിട്ടല്ലോ. തലശ്ശേരി മതി. ഇത് മതിയാവുമല്ലോ അല്ലേ? ഓക്കെ ശരി. ഓക്കെ ശരി. ഓക്കെ ബ്രോ. ഹലോ ബക്സ, എന്ത് പരിപാടി? പരിപാടി എന്തോ ചെറിയ കുറെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. കാണാനില്ലായിരുന്നല്ലേ? തിരക്കും. എവിടെ ആയിരുന്നു? CCPF-ന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ സമയമായി. അതാണ് ഇത്ര ക്ഷീണമൊന്നുമില്ല. ഫണ്ട് വല്ലതും ഉണ്ടോ കയ്യിട്ട്? ഫണ്ട് കുറച്ച് ഫണ്ടുണ്ട്. ചായ കഴിച്ചു കൊടുക്കാൻ തന്നെയാണ്. എന്നാ അതുകൂടെ നമുക്കൊന്ന് സെറ്റാക്കാം. അങ്ങനെ സാധനം ഉണ്ടോ? ഐറ്റം ഉണ്ടോ? അതോ നോക്കണം, അന്വേഷിക്കണം. അത്യാവശ്യത്തിന് മതി, ഇന്നത്തേക്ക് മതി. കിട്ടാൻ പാടാ. ചായയൊക്കെ ഇനിയിപ്പോ അടുത്ത മീറ്റിംഗിന് മേടിച്ചു കൊടുക്കണം. 10-30 പേർക്ക് ചായ മേടിക്കാൻ 400 രൂപ. എന്തോ ഉണ്ട്? ഒന്നുമില്ല.
ഇതുകൊണ്ട് നമുക്കൊന്ന് പൊളിക്കാം. എന്താ പൊളിക്കാൻ? ഇതൊന്നും ആവത്തില്ല. ഉള്ളതുകൊണ്ട് പൊളിക്കാം. എന്നാ ഓക്കെ, ഇത് പിടിയോ, സാധനം എടുത്തിട്ടോ. കാർഡ് വല്ലതും ഉണ്ടോ ബ്രോ? എന്തായാലും മതിയല്ലേ. ഇനിയും വേണം മീറ്റിംഗ് ഒന്ന് പൊളിക്കാൻ. പിള്ളേരൊക്കെ സ്പ്രിങ്ങയിലാവും. ഒന്നും കൂടി അടിച്ചൊരു പവർ ആവട്ടെ. അല്ല, ബ്രോ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ഒരു മീറ്റിംഗില് നടന്നു ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറ്റി ബ്രോ അവിടെ അങ്ങനെ നടക്കാൻ കാരണം? മീറ്റിങ്ങിന് എന്താ കേറാഞ്ഞ വരാഞ്ഞ എന്നാ ബ്രോ? എനിക്ക് പറയാം, നമ്മുടെ സയൻസ് ഇപ്പോഴും ഇത്ര വളർന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുവാണോ? ഡാർവിന്റെ തിയറി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് എന്തുമാത്രം പ്രൂഫുകളുണ്ട്. ഒരു ഇവല്യൂഷൻ നടക്കും. ഇപ്പൊ കോവിഡിന്റെ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവൻ കോവിഡിന് തന്നെ എത്ര വകഭേദങ്ങളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണോ? വിശ്വാസം ബ്രോ കുറെ ഇതുണ്ടല്ലോ, സയൻസിൽ നിന്നും അങ്ങനെ അത്രയ്ക്ക് പോകുന്നൊന്നും അല്ല. നിങ്ങൾ ഇപ്പം ബൈബിളിന്റെ അകത്ത് പറയുന്നുണ്ട് കൊല ചെയ്യരുതെന്ന്. പക്ഷെ ദൈവം കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മക്കളെ അയച്ച പല അവസരങ്ങളും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട ചില അവസരങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പഴയ നിയമത്തിൽ ദൈവം കോപിക്കുന്ന ദൈവമാണ്, പക്ഷെ പുതിയ നിയമത്തിൽ വളരെ ശാന്തിയും സമാധാനവും ഉള്ള ദൈവമാണ്. പക്ഷെ അതിനൊക്കെ ഒരു എല്ലാത്തിനും ഒരു എന്താ ബ്രോ, എനിക്കറിയാം നിങ്ങൾക്ക് ഇതിന് ചിലപ്പോൾ ആൻസർ കിട്ടത്തില്ല. നിങ്ങളെ പറ്റിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു നോക്കും ഇതിന്റെ ആൻസർ. ബ്രോ, നമ്മളിപ്പം നമ്മുടെ ഒരു പ്രായം ഇതാണ്. നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക, സെറ്റാക്കുക, ലൈഫ് സെറ്റാക്കുക. വെറുതെ ദൈവം, സാത്താന്, പിശാച് അങ്ങനെ പറഞ്ഞ് നമ്മുടെ വെറുതെ ജീവിതം, നമ്മുടെ സമയം കളയാതെ മാക്സിമം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കും ബ്രോ. എനിക്ക് പ്രത്യേകിച്ച് വേറെ അങ്ങനെ അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കും. കർത്താവായിട്ടുള്ള ബന്ധമാണ് വലുതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നിന്റെ വിശ്വാസത്തിന്റെ കൂടുതലും കൊണ്ടുള്ള തോന്നലാ ബ്രോ. ഞാൻ എന്നാ ബ്രോ പോയ പിന്നെ കാണാതെ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ ഇതിന്റെ സംഭവങ്ങള്? ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഇതൊക്കെ ശരിയാണോ? ജോണിനെ കണ്ടിട്ട് 2-3 ആഴ്ചയായാലും ഒന്ന് വിളിച്ചു നോക്കിയാലോ? താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ഹലോ, എവിടെയാണ്? ഞാൻ കൊറേ പ്രാവശ്യമല്ലേ ട്രൈ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. 2-3 ആഴ്ച മീറ്റിംഗിലൊന്നും കാണുന്നില്ലല്ലോ. കുറച്ച് കോളേജിന്റെ ഒക്കെ ഒരു എന്തോ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നേ. നമുക്കെന്നാ ഒന്ന് കാണാൻ പറ്റുന്നേ? എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. നോക്കട്ടെ അച്ഛാ. ഈവനിങ് ഒന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് കാണാം. നമുക്കൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു കുറച്ച്. ഓക്കെ അച്ഛാ. ഓക്കെ എന്നാ നമുക്ക് ഈവനിങ് കാണാം. ഓക്കേടാ. ഓക്കെ. എന്താ പിന്നെ മീറ്റിംഗിന് ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ? കുറച്ച് തിരക്കായിരുന്നു അച്ഛാ. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചില്ല. ഓക്കെ. ഇവിടുത്തെ ചായ നല്ല ചായയാ. ആണോ? ചായ വേണോ കോഫി വേണോ? എന്തേലും എടുത്തോ. ഓക്കെ. ഒരു ടീ കടി. ഇന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നോ? ഇന്ന് മീറ്റിംഗ് ഉണ്ട്. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എത്ര നേരം. ഓക്കെ. ചായ ഒരു ചായ. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊരു വ്യത്യാസം? ആദ്യമൊക്കെ മീറ്റിങ്ങിനൊക്കെ വന്നോണ്ടിരുന്നല്ലോ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇതൊക്കെ എന്റെ ഒരു ഇതിലെല്ലാം പൈസ ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതൊന്നും വലിയ ഇതിൽ വരുന്നില്ല. പല ചോദ്യങ്ങൾക്ക് ആൻസർ ഒന്നും കിട്ടുന്നില്ല. ബൈബിളിൽ തന്നെ പറയുന്നില്ലേ, അന്ത്യസമയത്ത് പല
എതിർ ക്രിസ്തുക്കളും വളരെ കള്ളപ്രവാചകന്മാരും എല്ലാവരും കടന്നു വരും നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. എനിക്ക് കുറെ ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ ശരിയായിട്ടുള്ള മറുപടി പറയാൻ പറ്റുമോ അച്ഛന്? ഓക്കെ, ഞാൻ ചോദിക്കാം. അതായത് ഇപ്പൊ എവല്യൂഷൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇപ്പം തന്നെ കൊറോണയുടെ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ എത്ര മ്യൂട്ടേഷനുകളാണ് സംഭവിച്ചത്. മ്യൂട്ടേഷനിലൂടെ പല കാര്യങ്ങൾ വൈറസ് പലത് വരുന്നതായിട്ട് നമ്മൾ കണ്ടല്ലോ. എന്നിട്ടും നമ്മളും ഉളവായത് പല ഇതിലൂടെ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ നമ്മൾ വന്നതെന്ന് പല തെളിവുകൾ കാണുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ദൈവത്തെ തന്നെ വിശ്വസിക്കുന്നത് എന്തിനാ? ഇത് ഇത്ര തെളിവുകളുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ദൈവത്തെ എന്തിനാ വിശ്വസിക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല. പണ്ട് എന്താ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരുന്നത്? ഭൂമി എന്തായിരുന്നു? ഭൂമി ഇത് നിരപ്പായിരുന്നു, അതായത് നീളത്തിൽ കിടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവരിപ്പോ പറയുന്നത് ഭൂമി ഉരുണ്ടിരിക്കുന്നെന്ന്. കുറച്ചു കാലം കഴിയുമ്പോൾ അത് അവർ വീണ്ടും മാറ്റി പറയും. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം എന്ന് വെച്ചാൽ എന്താണ്? അത് മാറ്റമില്ലാത്തതാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമുക്ക് എന്ത് ഉത്തരവും നമ്മൾ ബൈബിളിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവം നമുക്ക് അതിൻ്റെ ഉള്ള ഉത്തരങ്ങൾ തരും. വേറെ കാര്യം ചോദിക്കാം. അതായത് ഈ ഇപ്പം 10 കൽപ്പനകൾ നമുക്ക് കാണാമല്ലോ, കൊല ചെയ്തെന്ന് പറയുന്നത്. എന്നിട്ട് കൊല ചെയ്തെന്ന് പറഞ്ഞിട്ടും ദൈവം തന്നെ അത് പാലിക്കുന്നില്ലല്ലോ. അത് നമ്മൾ ഒരിക്കലും ദൈവത്തെ ഒരു കൊലപാതകമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ദൈവത്തിന് ഒരു പരമാധികാരമുണ്ട്. ദൈവത്തിന് നമ്മളിപ്പോ തന്നെ നമ്മളെ ലോസിലെ കണ്ടില്ല, നമ്മൾ ഇന്ത്യയിലുണ്ട്. എന്താ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒന്നെങ്കിൽ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അത് ആ ജഡ്ജിയുടെ ഒരു പരമാധികാരമാണ്. ദൈവം അതുപോലെ തന്നെ ദൈവത്തിനൊരു സുപ്രമസി ഉണ്ട്. ദൈവം ഒരിക്കലും ഒരു കൊലപാതകയായിട്ടോ അല്ലെങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ദൈവം 10 കൽപ്പനയെ കൂടി പറഞ്ഞ് അന്നത്തെ ആ സാഹചര്യത്തിലുള്ള ലോസ് നമ്മളെ കൂട്ടുകാരും പല ആൾക്കാരും നമ്മളെ തെറ്റിക്കാൻ ഒക്കെ വരും. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക. ദൈവം എല്ലാത്തിനുള്ള ഉത്തരം മോന് തരും. പൊന്നച്ചായ, ഇത് ഒന്നിനും എനിക്കൊരു ശരിയായുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല. എനിക്ക് ഇതൊക്കെ കാരണം മനസ്സിലായത്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോവാം കേട്ടോ. അടിപൊളി എന്താ നീ അങ്ങനെ പറയില്ല. നീ ഈ സാധനം കണ്ടോ? ഈ സാധനം കണ്ടോ നീ? ഈ സാധനം കണ്ടോ നീ? 6000 രൂപയുടെ സാധനമാ. അതെ, നീ വേണേ പെട്ടെന്ന് തുടങ്ങിക്കോ. ഉള്ളി മാത്രമേ ഉള്ളൂ ഇനി കേട്ടോ. ഞങ്ങൾ സ്നേഹത്തോടെ തരല്ലേ, നിങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഈ ബീഫ് കഴിച്ചോളാം. ഇങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങി പോകുന്ന അറിയണം, അതിനാണ്. നീ അടിക്കും മുത്തേ, നീ എന്ത് പാടി? ജീവിതം ഒന്നല്ലേ ഉള്ളു, നീ അടിക്കും ഇങ്ങോട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു പപ്പൂടെ എടുത്തു കഴിഞ്ഞാ നീറ്റ് ഇങ്ങനെ ഇരിക്കണം. മനസ്സിലായോ? അതൊന്നുമില്ല, അതൊക്കെ താഴോട്ടങ്ങ് ഇറങ്ങി പോണം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ എടുത്ത് പിടിക്കാം. വെള്ളം എന്നാ കൂടി നീ. അതെ അതെ, മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. ഇതൊന്നും നീ ഒരു പള്ളിയിലും പോയാലൊന്നും ഈ മനസ്സമാധാനം കിട്ടത്തില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. എടാ ജോണേ, നീ ചുമ്മാ ഫോണും കുത്തിക്കൊണ്ടിരിക്കുക. നീ ഇതൊരു പപ്പോടൊന്നും എടുത്തേ. അങ്ങനെയോട് പോകാൻ പറ. നീ ഇതിപ്പോ തീരാൻ പോവാ കേട്ടോ. നിനക്ക് കിട്ടുന്നില്ല. നീ ഒരു പപ്പോട് എടുത്ത് എന്നാ മോനെടാ വിചാരിക്കും. ഓ, അവനെന്തോ വിചാരിക്കുക. നീ ഇരുത്തി ഒന്നുകൂടെ ഒന്ന് വലിച്ചു. സൂം മീറ്റിംഗ് ഒക്കെ ഇരിക്കുന്ന കൊള്ളാം. വീഡിയോ ഓൺ ആയിട്ട് ഇതൊന്നും ആരും കാണാനൊന്നും പോകണ്ട കേട്ടോ. പിന്നെ അവസാനം പിരിച്ചാ ഓടി വന്നാ പിരിച്ചാലും കൊടുക്കാൻ നമ്മുടെ ഇല്ല. ജോണേ, എന്തോ പരിപാടി? അത് വലിക്കുകയോ? ഓ ഇല്ലടാ, വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. പാട്ടൊക്കെ ഒരു ഗുമ്മാവണമെന്നുണ്ടെങ്കിൽ
ശരി. നീ എങ്ങനെയാ? ഞാനാ പിന്നെ ഉണ്ട്. നമ്മുടെ കമ്പനി അല്ലയോ? നമ്മുടെ തൽക്കാലം ആരോടും പറയണ്ട, നമ്മുടെ കമ്പനി അറിഞ്ഞാൽ മതി. ഓക്കെ ശരി ശരി ശരി. ബാടാ കയറി ഒരു ചായ അടിച്ചിട്ട് പോലെ. പിന്നെ ഹെൽമെറ്റ് നീ വെച്ചാൽ അവിടെ ചെക്കിംഗ് ഒന്നും ഇല്ല. അത് ഇതൊക്കെ വെച്ചോണ്ടൊക്കെ ഇതൊക്കെ വലിയ പരിപാടിയൊക്കെ വെച്ചോണ്ട് ചർച്ചയിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഞാനൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ പോകാറില്ല. എന്നെ കണ്ടുപിടിക്കുക ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആഗ്രഹമുണ്ട് ബ്രോ, നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നടക്കത്തില്ല. അത് ശരി. ഇതാകുമ്പം ഞാനും ഹാപ്പിയാ, കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകും. ഞാനും ഒരു സമയത്തൊക്കെ നല്ല രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്ന, പക്ഷെ പല സാഹചര്യങ്ങൾ മൂലം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും പിടിക്കത്തില്ല. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലേടാ. അത് ശരി. ഇപ്പം ആരും അറിയാൻ പോകുന്നില്ല. മീറ്റിംഗ് ഒക്കെ നമ്മുടെ സമയത്ത് നല്ല ചില്ലായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആർക്കും അങ്ങനെ ഡൗട്ട് ഒന്നും അടിക്കാറില്ല. അത് ശരി. നമുക്കവിടെ തലശ്ശേരി പോണോ അതോ കഫേത്താരി പോണോ? എവിടെ നിനക്ക് എവിടെ പോണ്ടി? ചായ കുടിക്കാൻ എവിടെ വേണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ചായ കുടിച്ച് പിരിയാം. അയ്യോ അച്ഛാ പയ്യെ വണ്ടി ചവിട്ടത് ചവിട്ട. ജോണേ കിടക്കുവാന്നോടാ. കെവിൻ ജാൻ എങ്ങനെയുണ്ട് അച്ഛാ? ഒത്തിരി കെവിൻ പോയടാ. കെവിൻ പോയി അച്ഛാ. കെവിൻ ജാണ് ഞാൻ അച്ഛാ പറഞ്ഞ് പെട്ടെന്ന് കത്തിച്ചു വിടാൻ ഞാൻ മര്യാദയ്ക്ക് പോകണ്ടത്. ഞാൻ അപ്പൊ എന്തോ മുപ്പ് കയറി പറഞ്ഞ അച്ഛാ. 4 വർഷമായിട്ട് KCC പറഞ്ഞ കാലം പോലെ എന്റെ കൂടെ പാട്ട് പാടുന്നു വാഷിറ്റി. ആര് പാടുകൂടാ എന്റെ കൂടെ? ഇനി അതല്ല അച്ഛാ, അച്ഛൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. ഞാൻ മാനസാന്തരപ്പെടാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല അച്ഛാ. അച്ഛൻ അറിയാത്ത പല കാര്യങ്ങളും. കെവിൻ എല്ലാ ആഴ്ചയും വർഷിപ്പിന് വരുന്നതല്ല. CCPFിൽ ആക്റ്റീവ് മെമ്പറല്ലേ അവൻ. ആ കർത്താവിന്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് അറിയാൻ നിൽക്കാം അച്ഛാ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നറിയാവോ? പറയുന്നത് എല്ലാ ആഴ്ചയും നീ ചർച്ച വരുന്നതല്ലേ? അത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല അച്ഛാ, ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു അച്ഛേ. ഞാൻ എന്തൊക്കെ ഞാൻ കർത്താവിനോട് എന്ത് വിശ്വാസം ഉണ്ടായിരുന്ന ആളാന്നറിയാവോ? ഞാൻ കർത്താവിന് ഒത്തിരി അകന്നു. ഇനി അത് തന്നെയല്ലേ കർത്താവിനോട് ക്ഷമിക്കുവോ? ഞാൻ എത്ര തെറ്റുകൾ ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ദൈവത്തിനെതിരെ ഞാൻ ചെയ്തെന്നറിയാവോ? നീ എന്താ ചിന്തിക്കുന്നേ? നീ എന്താ എന്നോടൊന്ന് പറയുന്നേ? നമുക്ക് പ്രാർത്ഥിക്കാറുണ്ടോ? കേട്ടിട്ട് കാര്യം പറ. സത്യം വന്നോ? കെവിന് ആ ഒരു സാധ്യത കിട്ടിയില്ല അച്ഛാ. ആ ഒരു എനിക്ക് എന്നോട് ഇനി കർത്താവ് ക്ഷമിക്കുക അച്ഛാ. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു? ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ? നീ എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ പാപം ക്ഷമിക്കും. നീ നിരാശപ്പെടാതെ. കാര്യം നിനക്ക് ജീവൻ ദൈവം തിരിച്ചു തന്നതാ. ഇനി നീ നഷ്ടപ്പെടുത്താതെ നിന്റെ ജീവൻ ജീവിക്കണം. ദൈവം നിനക്ക് തന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. കെവിൻ ആ ചാൻസ് കിട്ടാതെ പോയല്ലോടാ. എന്നാലും നിനക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. അത് നീ മിസ് ചെയ്യണ്ട. നീരോട് പ്രാർത്ഥിക്കും. കർത്താവെ താൻ കഴിയാത്ത വേദന കർത്താവെ. അപ്പാ ജോണിനെ ദൈവത്തിന്റെ അങ്ങയുടെ കയ്യിലോട്ട് തരുവാണപ്പാ. അവനൊത്തിരി തെറ്റ് ചെയ്തു പോയപ്പാ. ക്ഷമിക്കണേ. തിരിച്ചു കൊണ്ടുവരണ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആരും നഷ്ടപ്പെട്ടു പോയി കർത്താവെ. ഞങ്ങൾ പാപം ക്ഷമിക്കണമേ. യേശു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ജീവിതം നയിച്ചു വന്ന യുവതി യുവാക്കന്മാർ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് പഠിച്ചു വളർന്ന ദൈവജന സത്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരായും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായും ദൈവിക ബന്ധത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിൽ നിന്നും അകന്ന് നൈമിഷികമായ ഉന്മാദങ്ങളുടെയും ആനന്ദത്തിന്റെയും മായാവലയത്തിൽ അകപ്പെട്ടു പോയതിനു ശേഷം
പിന്നീടൊരു മടങ്ങിവരവ് ആഗ്രഹിച്ചാൽ പോലും കെവിന് സംഭവിച്ചതുപോലെ അവസാനമായി ഒരവസരം, ലാസ്റ്റ് ചാൻസ് ഒരുപക്ഷെ ലഭിച്ചു എന്ന് വരികയില്ല. ഇന്ന് നിങ്ങൾ ആത്മീയതയുടെ മുഖംമൂടി അണിഞ്ഞ് ഭക്തി അഭിനയിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ അറിയുക, ജീവിതം ഒന്നേയുള്ളൂ. തെറ്റുകളിൽ അകപ്പെട്ടുപോയ ജോൺ അനുതാപത്തോടും മാനസാന്തരത്തോടും മടങ്ങി വന്നതുപോലെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. വിശുദ്ധ ബൈബിൾ പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ